എന്നും പാട്ട് കേട്ട് കണ്ടു തീർത്ത വ്ളോഗിൽ ഒരു മാറ്റമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു വോയിസ് ഓവർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എവിടെയെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ, ഇത് എൻ്റെ വീട്ടിലാണ്. വേറെ ഒന്നല്ല, എൻ്റെ ഹസ്ബൻഡ് അതായത് ആശി തിരിച്ച് ദുബായിക്ക് തന്നെ പോയ അന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് എനിക്കത് മുഴുവനാക്കാൻ പറ്റിയില്ല. രാവിലത്തെ കുറച്ച് ക്ലിപ്സൊക്കെ കിട്ടി. പിന്നെ അങ്ങോട്ട് എൻ്റെ സ്റ്റേഷൻ പോണതിൻ്റെ മുന്നുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. ആശി പോകുമ്പം എല്ലാ ഡ്രസ്സും അയൺ ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തേക്കല്. എന്നാൽ പിന്നെ അവിടെ ചെന്നിട്ട് ഈ അയൺ ചെയ്യുന്ന പരിപാടി നോക്കണ്ടല്ലോ. 2 ആഴ്ചക്കുള്ളതേ ഉണ്ടാവുള്ളൂ, എന്നാലും ഒരു സമാധാനമാണെന്ന് മാത്രം. ഉച്ചക്കൊന്നും ഇറങ്ങി എണീറ്റതോടുകൂടി ഐസൂൻ്റെ സ്റ്റേഷൻ ഏകദേശം പോയി. അതുവരെ പോവാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഓനെ പറ്റിക്കാണെന്ന് അവൻ വിചാരിച്ചത്. പിന്നെ പെട്ടി പാക്കയിലും കാര്യങ്ങളൊക്കെ കണ്ടതോടുകൂടി കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായി. പിന്നെ കുറേ നേരം ഈ കിടത്തേനു കേട്ടോ നിലത്ത്. അവിടുന്ന് ഒരുവിധം പറഞ്ഞ് ആശി നീപ്പിച്ചപ്പം ആശിന്റെ തോൾക്കൊരൊറ്റ കിടത്തേനു കേട്ടോ. പിന്നെ ആശി കുറേ നേരം കൊണ്ടിടുന്നു. ആശിക്കും ഈ പ്രാവശ്യം ഭയങ്കര ഇടങ്ങേറിയാണ് കേട്ടോ. കാരണം ഐസായിട്ട് അത്രയും അറ്റാച്ച് ആണെങ്കിലും എന്തിനും ഏതിനും ആശി മതി എന്നുള്ളൊരു നിലയിലെത്തിയിട്ടുണ്ട്. ആശി ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി വന്നെങ്കിലും കൂടിയിട്ട് ആളെ മനസ്സൊന്നും ഓക്കെ ആയിട്ടില്ല. പിന്നെ ഈ ഇരുത്തം തന്നെ അവിടെ ഇവിടെയൊക്കെ പോയി ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുന്നു. ഇവരെ ഈ സങ്കടം കാണുമ്പോഴാട്ടോ നമുക്കും ആകെ കണ്ട് കയ്യിൽ നിന്ന് പോവാം. പ്രവാസിമാരുള്ള എല്ലാ ഫാമിലിക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങോട്ടുള്ള ക്ലിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഏതായാലും ആശി തിരിച്ചു പോയി. എയർപോർട്ടിലേക്ക് ആക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഇൻഷാല്ലാ ഇനി നെക്സ്റ്റ് ഇയർ കാണാം. അപ്പം ഇനി നമ്മൾ 3 മാസം മുന്നുള്ള ആ പഴയ റൊട്ടീൻക്ക് തന്നെ തിരിച്ചു പോകും. നമുക്ക് ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചിക്കൻ കറിയും. പിന്നെ ഈ കാണുന്ന സാധനം ഒരു ദീപം പോലെ എന്തോണ്, വെള്ളം നിറച്ച് അങ്ങനെ ലൈറ്റ് എത്തും. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആശി തിരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറിയും പോസ്റ്റൊക്കെ ഇട്ട നേരം ഞാൻ വിചാരിച്ചതിലും അധികം പേരാണ് എനിക്ക് കമന്റ് ആയിട്ടും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് വന്നു. നിങ്ങളെ ഈ ഓരോ സപ്പോർട്ടിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാം. ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോണത് വെച്ചാൽ ഞാൻ എക്കാപ്പറമ്പക്ക് തന്നെ പോവാണ്. കാര്യം എന്താ വെച്ചാൽ സൺഡേ ഞങ്ങൾക്കൊരു വർക്ക് ഉണ്ട്, 1 അല്ല 2 വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞാൻ എക്കാപ്പറമ്പെത്തി. മുന്നിൽ തന്നെ നിറച്ച് വെച്ചൊരു കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ ഉമ്മല്ലേ കേട്ടോ, അപ്പോൾ ഉപ്പ മാത്രമുള്ളതിനും. വീട്ടിലെത്തി ഞങ്ങളെ റൂമാണ് തുറന്നപ്പം ഭയങ്കര ശൂന്യത കേട്ടോ. ഇനിയിപ്പോൾ ഈ ശൂന്യതയും ഏകാന്തതയൊക്കെയാണ് നമ്മളെ കൂട്ടിന്. പ്രവാസി ഭാര്യ പദവി അത്ര ഇഷ്ടമില്ലാത്ത ഞാൻ ആ ഒരു പദവി ഇപ്പോൾ ഭംഗിയായിട്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്.